ഹലോ ഗായ്സ്, നമ്മളൊന്ന് ജെറ്റോർ എടുക്കാൻ പോകട്ടെ. നമ്മൾ ജെറ്റോർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ പോകണേ. നമ്മൾ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മളവിടെ തിരികെ കാണിച്ചു. വൈതെറ്റി ഗായ്സ്, വൈതെറ്റി. നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള സാധനം നോക്കാൻ പോകണം. നമ്മളിന്ന് ഇതിന്റെ ഡൂപ്പ്, ഇതിന്റെ ഒറിജിനൽ എടുക്കാൻ നമ്മൾ പോണേ. നമ്മൾ എത്തി ഇവിടെ അതവിടെ നമ്മൾ എത്തിട്ടോ. പറഞ്ഞാൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇന്നലെ ഉദിച്ചൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ, ഒരു മാസത്തെ ആഗ്രഹം ഒന്നല്ല, ഇന്നലെ ഉദിച്ച ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മളൊന്ന് ഒരു വണ്ടി എടുക്കാൻ വന്ന. വണ്ടി ഇപ്പം കുറേ കാലത്തെ ആഗ്രഹം ഒന്നല്ല, ഇന്നലെ ഉണ്ടായ ആഗ്രഹം. അപ്പോൾ അത് നോക്കാനും വേണ്ടി അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൻ വേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ ജെറ്റോർ ജെറ്റോറിൻ്റെ നേരെ ഡൂപ്പാണ് ഡിഫൻഡർ. ഇതിൻ്റെ ഡൂപ്പ് ഇറങ്ങിക്കുന്നത് ഡിഫൻഡർ. വെറുതെ കേട്ടോ, നമ്മൾ ജെറ്റോർ നോക്കാനാട്ടോ ഒന്നൊന്ന്. അത് പറ്റി കഴിഞ്ഞാൽ നേരെ സ്പോട്ടിൽ ഒറ്റയ്ക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തോടെ നമ്മൾ സാധനം മേടിച്ച് കാണിച്ചരാം. കുറേ ഉണ്ട് കേട്ടോ. മാർക്കറ്റിൽ പോയേക്കാണ് നമ്മൾ. ഈ മാർക്കറ്റിൽ പോയേക്ക് ഇവിടെ നിരത്തിട്ടച്ചിന് മാത്രം നല്ലതാണ്. അങ്ങനെ വലിയ ഷോറൂമാണ്. പുറത്തുനിന്ന് കണ്ടപ്പം ഏതോ വില്ല വിചാരിച്ചിട്ടുണ്ടോ, ഒരു വീട്. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഒരു വീടാണ് വിചാരിച്ചു. മനസ്സിലാവണില്ലേ, ഫുള്ള് കാണിച്ചല്ലേ, പുറത്തുനിന്നുള്ള കാണിച്ചല്ലേ. ഏതെടുക്കണ്ടേ നിങ്ങൾ പറയും, ഏതെടുക്കണ്ടേ നമ്മൾ? ഗ്രേ കിട്ടില്ല, നേക്ക് കളർ കിട്ടോ. ഗ്രേ ഇതല്ല, ഡിഫൻഡറിൻ്റെ മോഡലിലുള്ള സാധനം എടുക്കാൻ വിചാരിച്ചിരുന്ന ഈ സാധനം. ഇതല്ലേ ഡിഫൻഡർ എന്ന് പറയും. ജെറ്റോറിൻ്റെ ഡിഫൻഡർ മോഡൽ സാധനം, ഡിഫൻഡർ വേർഷൻ. ഇത് പുതിയ മോഡൽ. അതൊക്കെ ഉണ്ട് കേട്ടോ, നേരത്തെ ഉണ്ട് സാധനം. ഓക്കെ, ഏതാണോ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ തരുന്നത്? സീനായിരിക്കും. നമ്മൾ വണ്ടി എടുക്കാൻ വരുന്ന മൊയിലാളിനെ കാത്തിക്കാം. എഴുതി വെച്ചിട്ടുണ്ടത് ഞാൻ എപ്പോഴാണ് കാണുന്ന ഈ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. പാളി ഗൈസ്, ടെസ്റ്റ് ഡ്രൈവ് പോകട്ടെ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് എടുക്കാൻ പോകണേ. വണ്ടി ഇത് ഈ ഓട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം വണ്ടി എടുക്കുമല്ലേ എന്നൊക്കെ. എഞ്ചിൻ നിന്ന് ബാറ്ററിയിലേക്ക് ചാർജ് ആയിക്കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എഞ്ചിൻ വിൽ വർക്ക് ആസ് എ ജനറേറ്റർ. ബാക്കി നമ്മൾ പ്ലഗ് ചെയ്യും അല്ലേ? രാത്രി പ്ലഗ് ചെയ്യാം. എങ്ങനെ അതിനൊരു കൺസ്ട്രക്ഷൻ ആണ് പെട്രോൾ കൺസ്ട്രക്ഷൻ? നിങ്ങൾക്ക് എന്തായാലും പെർ ലിറ്റർ എനിക്ക് നല്ല ഓട്ടം ഉണ്ട്. 13-14 ഒക്കെ എന്തായാലും കിട്ടും പെർ ലിറ്റർ. 13 അതിന്റെ മേലെ കിട്ടും. ഞാനത് 1.5 എഞ്ചിനാണ്. 1.5 എഞ്ചിൻ ചേർത്താലേ? എഞ്ചിൻ 1.5 എഞ്ചിൻ പ്ലസ് ഡുവൽ മോട്ടോറാണ്. ഇത് ഹൈബ്രിഡ് വണ്ടിയാണല്ലോ. 375 ഹോഴ്സ് പവർ ഉണ്ട്. ഓൾമോസ്റ്റ് നിസാൻ പെട്രോളിനൊക്കെ ഹോഴ്സ് പവർ ഉണ്ട്.
എഞ്ചിൻ സ്റ്റോപ്പ് ആവും. ഇതിൽ ചെയ്യണല്ലേ? ഇപ്പൊ നമ്മൾ EV-യിലാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 മോഡ് ഓഫ് ഡ്രൈവിംഗ് ഉണ്ട്. വെദർ യു ക്യാൻ ഡ്രൈവ് ഇൻ EV or HEV. EV-യിലാണ് പ്യൂർ EV ആയിരിക്കും, up to 130 and all. Whenever it's required more power, it will switch it to HEV. Okay. So that's the concept. So left പോയിരുന്നു. നമുക്ക് ഫുൾ EV ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? Full EV ആയിട്ട് ഒന്നെങ്കിൽ ഫുൾ EV ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ HEV. ഓക്കെ ഓക്കെ. പെട്രോൾ യൂസ് ചെയ്യാം അല്ലേ? Like if you put in HEV, ഒരു 65-70 speed above, it ഓട്ടോമാറ്റിക് will take both power. Below that 65 മുകളിൽ പോകുമ്പോഴാ? അതെ, 65-70. അങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ RPM കൂടുന്നതിനനുസരിച്ചാണ്. ഓക്കെ. ഒരു 1.5-2 above ഒക്കെ 80 ആണ് എന്തായാലും മിക്സ് ആയിട്ട് മാറും അല്ലേ? ചെറുപ്പം RPM പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കൂടെ പെട്ടെന്ന് കിട്ടൂല. പെട്ടെന്ന് സ്പീഡ് പറഞ്ഞാൽ ഓക്കെ 65-70 സ്പീഡിൽ. പൊതുവെ ഒരു ഭയങ്കര ക്വയറ്റാണ്. നോർമൽ കംപ്ലൈൻസ് എന്താ വരുന്നത് വണ്ടിക്ക്? നമുക്കങ്ങനെ കണ്ടിന്യൂസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്നുമില്ല. ഇല്ല. നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ലൂപ്പുള്ള കസ്റ്റമേഴ്സ്. അതായത് നിങ്ങൾ വണ്ടി എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഫാമിലി അല്ലെ കൊളീഗ്സ് അല്ലെ ഫ്രണ്ട്സ് അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് കൂടുതലില്ല. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് എന്നുള്ള അതിൻ്റെ. എത്ര വർഷമായി ഇറങ്ങിയിട്ട്? ഓൾമോസ്റ്റ് ഒരു 5 to maybe 7 or 8 months ആയിട്ടുണ്ടാവും. ഇതില് ഇനിയിപ്പോ നമ്മളിപ്പോ EV ഇടണേന്ന് HEV-യിലേക്ക് മാറ്റുമ്പോൾ സൗണ്ട് വരുമോ? ചെറിയ സൗണ്ട് ഉണ്ടോ എഞ്ചിന് അബോവ് 80 പോയാൽ? പക്ഷേ കമ്പയർ ടു നോർമൽ വണ്ടി, നോർമൽ T2 അപേക്ഷിച്ച് സൗണ്ട് കുറവായിരിക്കും ഇതിൽ. പ്യൂർ EV-യിലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ HEV-യിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോവാണ്. ആളിപ്പോ 56-57 70 എത്തിയപ്പോൾ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടായി. റണ്ണിങ് തന്നെ ബാറ്ററി ഇങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കും. അതെ അതെ, റീജനറേറ്റ് ചെയ്യും. നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോഴോ എല്ലാം റീജനറേറ്റ് ആവും. അതേപോലെ ഒരു കമ്പൽസറി പവർ സേവിങ് ഉണ്ട്. അതായത് ന്യൂട്രൺ ചേട്ടാ ആ വണ്ടി നിർത്തിയിട്ട് വന്നിറങ്ങി. വണ്ടി കമ്പൈൻഡ് ഒരു നിങ്ങൾക്ക് 800 to 1000 കിലോമീറ്റർ റേഞ്ചും കിട്ടും ഫുൾ ടാങ്കിൽ. അതായത് പ്യൂർ EV റേഞ്ച് ഒരു 139 ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡ്രൈവിംഗ് സ്റ്റൈൽ ആൻഡ് ഇറ്റ് മേ വാരി. ചിലപ്പം ഫുൾ ടാങ്ക് 70 ലിറ്റർ അല്ല പറഞ്ഞേ? ഒരു പെട്രോൾ മാത്രം എന്തായാലും 700 എബോവ് കിട്ടും. കിട്ടൂല? 700 എബോവ് 900 വരെ ഞാൻ കണ്ടത് കസ്റ്റമർ വണ്ടിയിൽ. എല്ലാം ഡിപ്പെൻസ് ആണ്. അതല്ല, അത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന്റെ കൂടെ നിങ്ങൾ ഇതാണ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആക്ടിവേഷൻ ബട്ടൺ. ഈ സെയിം ബട്ടൺ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ആക്ടിവേറ്റ് ആവും. ഈ ലൈൻ കീപ്പിംഗ് ആക്ടിവേറ്റ് ആവും. അവിടെ ഒരു ബ്ലൂ ലൈൻ വരും. ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഉണ്ടോ? ഇല്ല, ഓട്ടോമാറ്റിക് പാർക്കിംഗ് അത് വേറെ വണ്ടിക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അതിനൊക്കെ ആയി വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഓക്കെ. നിങ്ങൾ കുറേ അവിടെ? ഞാൻ കുറച്ച് ഇതിന്റെ ബ്രേക്ക് നിങ്ങൾക്ക് ഒരു സെൻസിറ്റീവ് ബ്രേക്ക് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അത് അഡാപ്റ്റ് ആവും. നിങ്ങളുടെ ബ്രേക്കിംഗ് സ്റ്റൈലിന്, അതായത് നിങ്ങളെ ബ്രേക്കിംഗ് സ്റ്റൈലിന് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആവും. ഇത് അതിനനുസരിച്ച് ബ്രേക്കിംഗ് വരും. എന്താ സ്ക്രീനാ ഡാഷിന്റെ മേലെ? ഫ്രണ്ടിലാ ഇതാ സ്ക്രീനല്ല, ജസ്റ്റ് ലൈറ്റിംഗ് ഉണ്ടോ? ലൈറ്റിംഗ്. മെയിൻ്റെനൻസ് വല്ലാണ്ട് ഇല്ലല്ലേ? ഒരു
ഒരു ടൊയോട്ട മിസ്തുബിഷി സുസുക്കി ഒക്കെ ആ ഒരു ലെവലൊക്കെ തന്നെ വരും. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് മതി എനിക്ക് പറ്റിയടോ അല്ലാതെ അറിയില്ല കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ പറ്റിക്കടോ അല്ലേ നമ്മൾ വണ്ടി എടുക്കാൻ നല്ല സുഖം കിട്ടും ബാക്കിൽ ഇരിക്കാൻ നമ്മൾ ഓടിച്ചിട്ടില്ല നമുക്ക് ലൈസൻസ് ഇല്ല വെറുതെ ഏതായാലേ ബാക്കി നമ്മൾ പറഞ്ഞ കേട്ടോ ബാക്കി എന്തായി എന്നൊക്കെ നേരെ ഇവിടുന്ന് നേരെ നമ്മൾ ഓഫീസിലേക്ക് കയറാൻ പോകണേ നല്ല ചൂട വീട് ഏകദേശം 1 മണിയാവാനായി 1 മണി 12:30 ആവാനായി ബാക്കി